ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള UG പ്രോഗ്രാമിലേക്കും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള PG പ്രോഗ്രാമിലേക്കുമാണ് അവർ ഈ വർഷം അഡ്മിഷൻ ക്ഷണിച്ചിട്ടുള്ളത്. www.sgou.ac.in എന്നുള്ള സൈറ്റ് ത്രൂ തന്നെയാണ് അഡ്മിഷനും അതുപോലെ തന്നെ രജിസ്ട്രേഷനും പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. വേറെ ഒരു സൈറ്റ് ത്രൂവും അവർ അഡ്മിഷൻ ക്ഷണിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് മറ്റൊരു സ്കാമിലും പോയി ചാടാതിരിക്കാനാണ് അത് പ്രത്യേകം പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഓരോ കോഴ്സിലും ജോയിൻ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സൈറ്റിൽ ഞങ്ങളെ ഫ്യൂച്ചർ പ്ലസിന്റെ ഈ ഒരു ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച 1-2 കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതൊന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സോഷ്യോളജി ഓണേഴ്സ് എന്നുള്ള പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അപ്പൊ നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഫ്രം സിലബസ് ടു ദ ഡ്യൂറേഷൻ, അബൌട്ട് ദ ഫീസ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരാൾ പറഞ്ഞു തരാനുണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇതിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ BA സോഷ്യോളജിയെ കുറിച്ചുള്ള എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സൈറ്റിലൂടെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റാം. ഓക്കെ, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മളിപ്പോൾ ഒരു പാസ്റ്റ് 4 വർഷമായിട്ട് സോഷ്യോളജിയുടെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ സൈറ്റിൽ തന്നെ പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. കഴിഞ്ഞ വർഷം, അതായത് 2024 അക്കാഡമിക് ഇയറിലാണ് 4-year UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് UGCയുടെ കീഴിലുള്ള എല്ലാ സർവകലാശാലകളും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് 4 വർഷ ബിരുദ പ്രോഗ്രാം എന്ന് പറയുന്നു. അതിൽ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ടേൺ ചെയ്തിട്ടുള്ള ഒരു 6ഓളം കോഴ്സ് ഉണ്ട്. ഈ 6 കോഴ്സാണ് ഓണേഴ്സ് ബിരുദം നൽകുന്നത്. അതിൽ BA മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, BBA ഉണ്ട്, BCom ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സോഷ്യോളജിനെ കുറിച്ചാണ്. സോഷ്യോളജിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ടും ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും അതിന്റെ കൂടുതൽ അനാലിസിസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ BA സോഷ്യോളജിയുടെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചാർട്ടാണിത്, അല്ലെങ്കിൽ പ്രോഗ്രാം ഗൈഡാണിത്. നിങ്ങൾക്ക് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. അതായത് BA ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ 4 വർഷമാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 4 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 8 സെമസ്റ്ററുകളിലായിട്ടാണ് 4 വർഷം എന്ന് പറയുന്നത്. ഒരു വർഷം നിങ്ങൾക്ക് 2 സെമസ്റ്റർ പഠിക്കാനുണ്ടാകും. അതിൽ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും, അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷനും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ 10+2 ആണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. 12ാം ക്ലാസ് നിങ്ങൾ പൂർത്തീകരിക്കണം. +2 കഴിഞ്ഞ ആർക്കും ഈ ഒരു സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് സിലബസ് ആണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു 4 വർഷമാണ് കോഴ്സ് എന്നുള്ളത്. കുറെ പേർക്ക് സംശയം ഉണ്ടാവും 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഇയർ ആര് കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുള്ളൂ. സോ നിലവിൽ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. 4 വർഷം പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഓണേഴ്സ് ബിരുദം എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു 8 സെമസ്റ്ററുകളിലായിട്ട് 4 വർഷം നിങ്ങൾ എന്തൊക്കെ കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കണം അല്ലെ. അപ്പൊ അതാണ് നിങ്ങൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ സെമസ്റ്ററിൽ നിങ്ങൾ 4 സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്. അതിൽ ഓപ്ഷണൽ സബ്ജക്റ്റുകളും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററിയാണ് നിങ്ങളുടെ കോർ പേപ്പർ ആയിട്ട് വരുന്നത്. അതിലൊരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഇംഗ്ലീഷ് പേപ്പർ. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് 3 എണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഹിസ്റ്റോറിക്കൽ ടൂറിസം ആയിരിക്കും കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നുണ്ടാവുക.
സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സോഷ്യോളജി ഇൻ ഇന്ത്യ, ജനറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പേപ്പറുകൾ, കോർ പേപ്പറുകൾ പഠിക്കാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എബിലിറ്റി പേപ്പർ ആയിട്ട് ഒരു ഇംഗ്ലീഷ് പേപ്പർ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ക്രിമിനോളജിയും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും ആണ് എടുക്കുന്നത് ഏറ്റവും എളുപ്പം. മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ലാംഗ്വേജ് പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലാംഗ്വേജ് പേപ്പറൊക്കെ പഠിക്കുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി ഉണ്ടാകും, അതുപോലെ തന്നെ മലയാളം അവൈലബിൾ ആണ്, സാൻസ്ക്രിറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അറബിക് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാവുന്നതാണ്. പ്ലസ് ഒരു കോർ പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും നിങ്ങൾ ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ വാല്യൂ ആഡഡ് കോഴ്സ് എന്നാണ് സാധാരണ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ 4ാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പം എഗെയിൻ നിങ്ങൾ കുറച്ചധികം ലാംഗ്വേജ് പേപ്പർ ഇവിടെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ ലാംഗ്വേജ് പേപ്പർ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ കോർ പേപ്പർ ആയിട്ട് 2 പേപ്പർ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച്, അതുപോലെ തന്നെ റൂറൽ സോഷ്യോളജി അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ സെലക്ട് ചെയ്യേണ്ട കാര്യം ഇതിനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഞങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൂടുതലും നിങ്ങളുടെ ലേണർ സെന്ററിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏത് പേപ്പറാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങൾ തനിയെ പഠിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, 5ാമത്തെ സെമസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, അതുപോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റഡീസ്, മീഡിയ ആൻഡ് സൊസൈറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. 6th സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഇൻ സോഷ്യോളജി, ഇക്കണോമി ആൻഡ് സൊസൈറ്റി, സോഷ്യോളജി ഓഫ് കേരളം, എൻവയോൺമെന്റൽ സോഷ്യോളജി, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രൈൻസ്. അപ്പം ഈ അവസാന വർഷങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതലായിട്ടും കോർ പേപ്പറിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി, ജെൻഡർ സ്റ്റഡീസ്, ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും. അപ്പം ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ സെമസ്റ്ററുകൾ എന്ന് പറയുന്നത് 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററുകളാണ്. അതായത് ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. എല്ലാ UG പ്രോഗ്രാമിനെ പോലെ ലാസ്റ്റ് ഇയർ നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടാകും. സോ ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എക്സംഷൻ ഒന്നുമില്ല, പ്രൊജക്ട് നിർബന്ധമായി ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഇതർ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യാം. പിന്നെ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ പറഞ്ഞപ്പം FIUGP കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു റിസർച്ച് പേപ്പറും നിങ്ങൾ ഈ 7ാമത്തെ സെമസ്റ്ററിൽ പഠിക്കണം. ആ ഒരു പേപ്പറിന്റെ പേരാണ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത്. 8ാമത്തെ സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് കുറെ കൂടി സോഷ്യോളജി ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഡയസ്പോറ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഡിസിപ്ലിൻ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു. സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ പഠിക്കുന്നു. ഇത്രയാണ് നിങ്ങൾ ഈ 8 സെമസ്റ്ററിലൂടെ മൊത്തത്തിൽ നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സിലബസ് നിങ്ങളിപ്പോൾ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിന്റെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കൂടുതലായിട്ടും ഇതിന്റെ സിലബസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർ, എന്തൊക്കെയാണ് നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ABC ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ABC IDയും ഡെബ് IDയും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം 4850 രൂപയാണ് ഫീസിന്റെ കാര്യത്തിൽ വരിക. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് അത്രയും ഫീസ് കാര്യങ്ങൾ വരുന്നത്. അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ്. പിന്നെ ഓരോ സെമസ്റ്ററിലും, അതായത് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ, അങ്ങനെ ഓരോ സെമസ്റ്ററിലുമാണ് പിന്നീട് നമ്മൾ ഫീസ് അടയ്ക്കുക. ആ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ ആ ഫീസ് പിന്നീട് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ സെമസ്റ്ററിലും നമുക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും അടുത്ത സെമ്മിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അവിടെ ആ സെമ്മിന്റെ ഫീസ് നിങ്ങൾ അടയ്ക്കണം. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഈ ഒരു
6 പ്രോഗ്രാമുകൾ നിലവിലിപ്പം അവരുടെ എല്ലാ പ്രോഗ്രാമുകളും സെമസ്റ്റർ വൈസ് ആണ് നടക്കുന്നുള്ളത് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് പരീക്ഷയും അസൈൻമെന്റ് സബ്മിഷനും എല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും രജിസ്ട്രേഷനും ചെയ്യണം. ഓരോ സെമസ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഫീസും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കോൺടാക്ട് ക്ലാസ്സുകളും മറ്റും ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനൊന്നും പങ്കെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് പകുതി വഴിയിലിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സോ അത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. നമ്മളിവിടെ സോഷ്യോളജിയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. യൂട്യൂബിലൂടെയും സൂമിലൂടെയും ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർത്തും അസൈൻമെന്റ് സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഇഗ്നോയുടെ അസൈൻമെന്റ് പോലെയല്ല, SGOയുടെ അസൈൻമെന്റ് കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ ആ അസൈൻമെന്റ്സ് നമ്മൾ ഇവിടെ അസൈൻമെന്റ് സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നോട്ട്സ് എന്നുള്ളത്. കാരണം നോട്ട്സ് നമുക്ക് പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അധികം ലഭ്യമാവാറില്ല. ഈവൻ ടെക്സ്റ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ. സോ ക്യൂറേറ്റഡ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ടുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ അതിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.